സ്മൃതി സ്മൃതി നേരത്തെ പറഞ്ഞല്ലോ SI വെളറി വെളുത്താണ് നിൽക്കുന്നത്. ഇതാണ് ഒരു ഫോട്ടോഗ്രാഫ്. ഈ മൈക്ക് അവിടെ നഴ്സ് അസോസിയേഷന്റെ ഒരു ഭാരവാഹി സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ അയാളെ പിടിച്ചു വാങ്ങാണ്. തൊട്ടടുത്തൊരു MLA നിൽക്കുന്നുണ്ട്. അല്ല, അവിടെ പ്രസംഗിക്കാൻ അകത്തേക്ക് കയറാൻ പാടില്ല. അകത്തേക്ക് കയറുന്നത് തടഞ്ഞില്ല എന്നുള്ള തെറ്റാണ് പോലീസ്. ഒന്നാമത്തെ കാര്യം, അവിടെ പിന്നെ കലക്ടറേറ്റിന് മുമ്പിൽ ഒരു മാർച്ച് ഉണ്ടെന്ന് നേരത്തെ പോലീസ് ഇൻഫോം ചെയ്തിട്ടാണല്ലോ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. അവിടെ പോലീസ് ഇല്ല. ഇവർക്ക് ആ നിലയിൽ സമരം ചെയ്ത് ശീലവുമില്ല. കലക്ടറേറ്റിന്റെ മുൻവശത്ത് നിന്നിട്ടാണ് സമരം ചെയ്യേണ്ടത്. അവരവിടെ ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അവരവിടെ നിൽക്കുകയാണ്. ഇതാണോ വിളറി വെളുത്ത് നിൽക്കുന്നത്? അല്ല, ഇപ്പൊ വിളറി വെളുത്തുന്നല്ല പറഞ്ഞത്. തന്നെ ആരാണോ SI ചോദിക്കുന്നത്? നമ്മുടെ ദൃശ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചിത്രം കറക്റ്റ് സുരേഷ് ഗോപിയാണ്. അല്ല, അതിനകത്ത് അല്ല, ഒരു മിനിറ്റ് ചോദിക്കട്ടെ. കളക്ടറേറ്റിനകത്ത് സമരം ചെയ്തുകൊണ്ട് അവിടെ പ്രസംഗിക്കാൻ അനുവദിക്കാൻ പറ്റുമോ പോലീസ്? ഇല്ല. അപ്പൊ അതാണ് ചെയ്യുന്നത്. മൈക്ക് പിടിച്ചു സമയത്ത് മൈക്ക് പിടിച്ചു വാങ്ങും. അപ്പോൾ MLA പറയും. അപ്പോൾ MLA കാര്യം പറയും. സുരേഷ് ഗോപി വേണ്ട എന്ന് പറയും. ഞാനാണെങ്കിലും പറയും. അത് നമ്മൾ കണ്ടിട്ടുള്ളത്. രണ്ട്, ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ്. നിങ്ങൾ എന്താ അഖിലാനന്ദകുമാറിനെ മാത്രം ഓർക്കുന്നത്? MV നികേഷ് കുമാറിനെതിരെ 5 കേസുണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്. ഞങ്ങൾ ചെയ്ത അബദ്ധം എന്താണെന്നറിയാമോ? ഞങ്ങൾ ചെയ്ത തെറ്റെന്താണെന്നറിയാമോ? മറ്റേ ഈ നടിയെ ആക്രമിച്ച കേസിൽ പിന്നെ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന പുതിയൊരു സാക്ഷിയെ രംഗത്തിറക്കി എന്ന് പറഞ്ഞിട്ട് 5 കേസെടുക്കുമ്പം അതൊന്നും മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസല്ലേ? ആണ്, പറയണം. അത് പറയണമെന്നല്ല, അതുണ്ടാകും. അതിന് ഞാൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായി എന്ന് പോലീസിന് തോന്നുകയാണെങ്കിൽ FIR ഇട്ടതിന് ഞാനൊരു ഞാൻ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസ് നിൽക്കില്ല എന്ന് ഉപദേശിച്ചിട്ടും എന്നാൽ എടുക്ക് എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് എടുക്കുന്ന കേസുകൾ അല്ല, അങ്ങനെ എടുക്കുന്ന കേസുകളുണ്ട് നികേഷ് കുമാർ. അങ്ങനെയുള്ള കേസുകളുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? കോടതിയിൽ തള്ളുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ബാലചന്ദ്രകുമാർ എന്ന ഒരു ആളുടെ സൗണ്ട് ബൈറ്റ് എടുക്കുന്നതിലൂടെ ഞാൻ ആ കേസിൽ, അല്ലെങ്കിൽ റിപ്പോർട്ടർ TV ആ കേസിൽ ചെയ്തിട്ടുള്ളത് എന്താണ്? അക്കാര്യത്തിലൊരു പുനരന്വേഷണം ഉണ്ടായി, അക്കാര്യത്തിലൊരു പുനർവിചാരണയുണ്ടായി, അക്കാര്യത്തിൽ ആ കേസിന് ജീവൻ വെച്ചു. അതുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു എന്നുള്ളതാണ്. പിന്നീട് പോലീസിന് ഈ പറയുന്ന ഒരു താല്പര്യമില്ല സ്മൃതി പരുത്തിക്കാടിനൊന്നും തന്നെയും. അപ്പൊ ഒരു മിനിറ്റ്, എനിക്കെതിരെ കേസെടുത്തു എന്ന് MV നികേഷ് കുമാർ പറയല്ലോ. എന്റെ പ്രശ്നം എന്താണ്? ഇല്ല, വനിതാ മാധ്യമ പ്രവർത്തകർ ഒറ്റ കേസല്ല. നികേഷ് കുമാർ ഒറ്റ കേസല്ല. എനിക്കെതിരെ കേസെടുത്തു വിളിച്ചു പറയുന്നു എനിക്കെതിരെ 5 കേസ്. ഈ കേസ് മാത്രമല്ല, പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം. DGPയുടെ വീട്ടിലേക്ക് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം, അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ വനിതാ മാധ്യമ പ്രവർത്തകരെയും അതിക്രമിച്ചു കയറി എന്ന കേസെടുത്തിരിക്കുകയാണ്. അതിനും പറയട്ടെ, അവിടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. ഇവർ അങ്ങോട്ട് അകത്തേക്ക് കയറിയപ്പോൾ സ്വാഭാവികമായും വനിതാ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു, അവർ അകത്തേക്ക് കയറി. നിങ്ങൾ ഇവിടെ കയറരുത് കേട്ടോ, പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. പോലീസാണ് പറഞ്ഞത്. അപ്പൊ തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതവിടെ കഴിഞ്ഞതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വരുന്നു കേസ്. മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെ അകത്തേക്ക് കയറ്റിവിടുന്നതിൽ ഇവരുടെ ഒത്താശയുണ്ട് എന്നുള്ള ആക്ഷേപം നിൽക്കുകയാണ്. അവിടെ ആക്ഷേപം എവിടെ നിന്നാണ് വരുന്നത്? എന്റെ സ്മൃതി, സമാധാനപ്പെട്. അവിടെ ജന്മഭൂമിയുടെയും ജനത്തിന്റെയും റിപ്പോർട്ടർമാര് ആ നിലയിൽ ഒത്താശ നൽകിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന മാത്രമാണ് കേസ്. ആ പരിശോധന ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല. ഇപ്പം എനിക്കെതിരെ എങ്ങനെയാണ് കേസ് വന്നിട്ടുള്ളത്? എനിക്കെതിരെ കേസ് വന്നിട്ടുള്ളത് അഡ്വക്കേറ്റ് രാമൻപിള്ള അന്ന് ഇവിടെ മധ്യമേഖല IG ആയിരുന്ന ആളുമായി പാലക്കാട്ടെ ഒരു കസ്റ്റഡി മരണക്കേസിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആ കേസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴും ഇവർ അങ്ങോട്ട് ചെന്ന് IG അങ്ങോട്ട് ചെന്ന് രാമൻപിള്ളയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസെടുക്കാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെതിരെ ഞാൻ ആ സമയത്ത് വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആ കേസ് റദ്ദ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതി പോകണം. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടർ ഈ സമരം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ പോകുന്നവരെ അങ്ങോട്ട് കയറ്റി വിടുകയാണെന്നൊക്കെ എളുപ്പത്തിൽ പറയാന്നേ. അപ്പൊ ഈ ജോലി എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്ത് തരം ആരോപണം? ഇതൊരു പുതിയ
ശൈലിയാണ് ആ നിലയിൽ ശൈലിയാണ് ജോലി ചെയ്യുന്നതിനെ ഒരു കാര്യം കൃത്യമാണ്, മാധ്യമപ്രവർത്തകര് മാധ്യമപ്രവർത്തനം മാത്രം നടത്തുന്നത് എങ്ങനെയാണ് പറയുന്നത്? ഇനി ഏതെങ്കിലും എം വി നികേഷ് കുമാർ ചെയ്തത് മാധ്യമപ്രവർത്തനാണെന്ന് ഉറപ്പുണ്ടല്ലോ, എനിക്കത് ഉറപ്പുണ്ടല്ലോ. അതേപോലെ കോടതി പ്രൂവ് ചെയ്ത് കോടതി തള്ളിപ്പോയ കേസുകളാണ് ഞാൻ പറയുന്നത്. അഖിലാനന്ദകുമാറിന്റെ കേസ് എന്തായി? അല്ല, അഖിലാനന്ദകുമാറിന് എനിക്കറിയില്ല അഖിലാനന്ദകുമാർ എങ്ങനെയാണ് അത് തള്ളിപ്പോയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അതറിയണമല്ലോ. അത് ഗൂഢാലോചനയാണെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ അഖിലാനന്ദകുമാറിന്റെ ഒരു പൊള്ളയായ കേസിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും സ്വന്തം ചാനലില് എനിക്കെതിരെ വന്നിട്ടുള്ള ഒരു കേസായി തോന്നുന്നേയില്ല. കാരണം നിങ്ങൾക്ക് എപ്പോഴും പൊളിറ്റിക്കലായി അതിനെ പ്രതിഷ്ഠിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അഖിലാനന്ദകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രതിനിധിക്കെതിരെ കൊച്ചിയിൽ ഒരു കേസെടുത്തു. അവർക്കത് നിയമപരമായി ആ കേസ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയല്ലോ, അത് മതി. അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിങ്ങനെ തുടർന്നോട്ടെ എന്നാണോ? മാധ്യമപ്രവർത്തകർ ജോലി എടുക്കുമ്പോഴൊക്കെ പോലീസിന് വേർഷൻ അങ്ങോട്ട് കൊടുക്കുകയാണെന്നേ. ആര് കൊടുക്കുന്നു? ഇതൊക്കെ നിങ്ങൾക്ക് ഈ അന്ധത കൊണ്ട് തോന്നുന്നതാണെന്നേ. അങ്ങനെ അല്ലത്. പോലീസ് സാധാരണഗതിയിൽ എല്ലാ കാലഘട്ടത്തിലും മാധ്യമപ്രവർത്തകർക്കെതിരെ ഇത്തരം കേസുകൾ ഉണ്ടാകാറുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? അങ്ങനെയൊന്നും അതിനകത്ത് ഒരു ഇതൊന്നും വേണ്ട. സ്വന്തം വർഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്നതിനെയൊക്കെ ന്യായീകരിക്കും, എല്ലാത്തിനും വെള്ളപൂശുന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട. DGPയുടെ വസതിയിൽ സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ സമരം നടക്കാറുണ്ടോ? DGPയുടെ വസതിയുടെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ അവിടെ ആരെങ്കിലും മാധ്യമപ്രവർത്തനം തുടങ്ങിയ ചെറിയ പെൺകുട്ടികളാണ് ഇവർ അങ്ങോട്ട് കയറി പോയപ്പോൾ അതിന് കൂടെ പിന്നാലെ പോയി. നിങ്ങൾ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഞാനത് മനസ്സിലാക്കിയോണ്ടാണ് കഴിഞ്ഞാൽ മതിയെന്നേ. ഇപ്പൊ എനിക്കെതിരെ ഈ പറയുന്ന രണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരായാലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൊച്ചി ബ്യൂറോയിലെ റിപ്പോർട്ടർക്കെതിരെ ആയാലും കേസ് എടുക്കുകയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ബലം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ശരി, ഇതൊരു തുടർച്ചയാവട്ടെ. മാധ്യമപ്രവർത്തകർ പണിയെടുക്കുന്നതിൽ ഗൂഢാലോചന എന്ന ആരോപണം തുടർച്ചയായി ഉയരട്ടെ. അല്ല, വേണ്ടെന്നേ. മാധ്യമപ്രവർത്തകരുടെ പണി മാത്രം എടുത്താൽ മതി. അതിനപ്പുറമുള്ള പണി എടുത്താൽ സ്വാഭാവികം. അതിനപ്പുറമുള്ള എവിടെയാണ് വര വരയ്ക്കുന്നത്? ആരാണ് വര വരയ്ക്കുന്നത്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ചില കാര്യങ്ങൾ ബോധ്യം ഉണ്ടാവും. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീങ്ങുന്നത്. ഞാൻ പറയുന്നത് പോലീസിന് ഒരു ബോധ്യവും ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസിനെ ബോധ്യപ്പെടുത്തുകയും പിന്നീട് സമയമെടുത്ത് പോലീസ് പിന്നീട് എടുക്കുന്ന കേസാണ്. ആ സമയത്ത് കേസ് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ വളരെ കൃത്യമായി പോലീസ് വളരെ കൃത്യമായി പുറത്തിറങ്ങിയ റോളിനെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, പോലീസ് കേസ് എടുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അന്തിമമായ വിധിയായിട്ട് എടുക്കേണ്ടതേ. നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ചെരുപ്പേറ് വിഷയം വന്ന സമയത്ത് ആ ചെരുപ്പേർ എന്താ വധശ്രമ കേസാണോ എന്ന് കോടതി ചോദിച്ചില്ലേ? അതൊക്കെ കോടതി ഉണ്ടെന്നേ അവിടെ. പിന്നെ എന്തിനാ ടെൻഷൻ? അതെ, എല്ലാത്തിനും കോടതിയിൽ പോകാം. അതാണല്ലോ പറഞ്ഞിരുന്നത്. മാധ്യമ പ്രവർത്തകർ ജോലി എടുക്കണമെങ്കിൽ ഇങ്ങനെ ഓരോ സമയം കോടതിയിൽ പോയി പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാം. മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടോട്ടാലിറ്റി അത് കൊടുക്കേണ്ട കാര്യമില്ല. ഓരോ കേസിലും വിവേചനാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ഓരോ കേസിലും ഇന്ന കാര്യം നടന്നു എന്ന് പറയുകയാണെങ്കിൽ ആ നിലയിൽ പോലീസിന് കേസുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് സാധിക്കണം, മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്മൃതി പരുത്തിക്കാട് പറയുമ്പോഴും അഖിലാനന്ദകുമാറിന്റെ പേരേ പറയുന്നുള്ളൂ, എം വി നികേഷ് കുമാറിന്റെ പേര് പറയുന്നില്ല. ഈ പിണറായി വിജയൻ സർക്കാർ എം വി നികേഷ് കുമാറിനെ കേസെടുത്തു എന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ വന്ന ശേഷമുള്ളല്ലോ, കുറച്ച് മുമ്പ് നടന്ന കേസ് ഞാൻ അറിഞ്ഞിട്ടില്ല. ദയവായിട്ട് അതാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ ഈ സെലക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെയൊന്നും പറയാം. വാർത്തയിൽ കേസ് തുടർച്ചയായി സംഭവിച്ച വിഷയത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കോടതിയിൽ പോയി ചീറ്റി പോവുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, ഇതിൽ Meet the editors.